മൈ വേ ബൈ കല്യാണി എന്നൊരു യൂട്യൂബ് ചാനലിനെ പറ്റി നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. കേരളത്തിലെ ട്രാഡ് വൈഫ് ട്രെൻഡിന്റെ ഒരു ഓൺലൈൻ അംബാസിഡർ എന്ന് പറയാവുന്ന ഒരു ചാനലാണ് അവരുടേത്. അന്ന് അതിനെ വിമർശിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഇന്നിപ്പോ അതുപോലെ വേറൊരു കാര്യമാണ് അവരുടെ ചാനലിൽ പ്രശ്നമായി വന്നിരിക്കുന്നത്. അവരുടെ വ്ളോഗിൽ അവർ സ്ഥിരമായി കാണിക്കാറുള്ളത് ലഞ്ച് ബോക്സ് റെസിപ്പീസ്, മകനും ഭർത്താവിനും സ്കൂളിലേക്കും ഓഫീസിലേക്കും കൊണ്ടുപോകാൻ വേണ്ട ഫുഡ് പാക്കിംഗ് ഒക്കെയാണ്. ഫുഡ് ഉണ്ടാക്കൽ, പാക്കിംഗ് ഇതാണ് മെയിൻ എങ്കിലും ക്ലോത്ത്സ് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സ് ഇതിന്റെയൊക്കെ റിവ്യൂസ് ആൻഡ് പ്രൊമോഷനും കൂടെ ചെയ്യാറുണ്ട്. ഇപ്പൊ അവർക്കെതിരെ ഒരു വീഡിയോ വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ മുഖത്തെ ക്ഷീണം, വിഷമം, മെലിച്ചിലൊക്കെ കണ്ട് ഇവരുടെ ആരാധകർ നിരന്തരമായി ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ ഇവരൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എന്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഇവർ BDSഉം MBBSഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെ ഒക്കെ. മുഖത്തൊരു പാട് വന്നപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടെന്നും ആ ഡെർമറ്റോളജിസ്റ്റ് അവരെ പറ്റിച്ചെന്നും ആ സങ്കടമാണ് മുഖത്തെന്നുമാണ് ഷോർട്ട് വീഡിയോയുടെ ഉള്ളടക്കം. താഴെ കമന്റ്സിൽ ആരോ ഒരാൾ ആ ക്ലിനിക്കിന്റെ പേര് മെൻഷൻ ചെയ്തപ്പോൾ അത് പിൻ ചെയ്ത് ആ ക്ലിനിക് തന്നെയാണ് താൻ ഉദ്ദേശിച്ചത് എന്ന തരത്തിൽ റിപ്ലൈയും കൊടുത്തിരുന്നു. ഒരു മനുഷ്യൻ മുഖത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നതൊക്കെ ഇന്ന് വളരെ സ്വാഭാവികമായ കാര്യമാണ്. അവിടെ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് വന്നപ്പോൾ ഫോളോവേഴ്സുമായി അത് പങ്കുവെക്കുന്നതും ഇന്നത്തെ കാലത്ത് സ്വാഭാവികം. അപ്പൊ പിന്നെ എവിടെയാണ് പ്രശ്നം? ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്ന രീതിയിൽ മറ്റൊരു യൂട്യൂബർ പങ്കുവെച്ച വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കൊളാബ് ചെയ്യാൻ ഹോസ്പിറ്റൽ വിസമ്മതിച്ചതുകൊണ്ടും കണ്ണിൽ കണ്ട സ്റ്റിറോയിഡ്സ് അടങ്ങിയ ക്രീമുകളൊക്കെ വാരിത്തേച്ച് സ്കിൻ ബാരിയർ ബ്രേക്ക് ആയതുകൊണ്ടുള്ള പ്രശ്നം മാറാൻ കാലതാമസം ഉണ്ടായതുമാണ് കല്യാണിയെ പ്രകോപിപ്പിച്ചത് എന്നതാണ് ആ വീഡിയോയിൽ പറയുന്നത്. അത് മാത്രമല്ല വെയിറ്റ് ലോസിന് വേണ്ടി കൂടിയാണ് കല്യാണി അവരെ കണ്ടതെന്നും 8 മാസമായി കാണുന്നുവെന്നും പറയുന്നു. ഇതിൽ രണ്ട് ഭാഗവും നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ പറ്റില്ല. കാരണം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യവുമില്ല. പക്ഷേ ഈ സംഭവത്തിൽ ചർച്ചയാകേണ്ട ചില വിഷയങ്ങളുണ്ട്. അത് ചർച്ചയായേ പറ്റൂ. നമുക്കറിയാം ബ്യൂട്ടി വ്ളോഗേഴ്സ്, അതുപോലെ കല്യാണിയെ പോലുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ്, ഇവരൊക്കെ ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. വെളുക്കാൻ വേണ്ടി, പാടുകൾ മാറാൻ വേണ്ടി, മുഖം സോഫ്റ്റ് ആകാൻ വേണ്ടി, അങ്ങനെ ചർമ്മത്തിന്റെ പലവിധ പ്രശ്നങ്ങൾക്കുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് ചറപറ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ വളരെ സാധാരണമായിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇങ്ങനെ ബ്യൂട്ടി പ്രോഡക്ട്സ് സജസ്റ്റ് ചെയ്യുന്ന ഇവരുടെ ചർമ്മത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോകുന്നത് ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്തേക്കാണ്. ഇവർ പലപ്പോഴും ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന രീതി ഞങ്ങൾ ഇത് ഇത്ര കാലമായി ഉപയോഗിച്ചു വരുന്നു, വളരെ നല്ല റിസൾട്ട് ആണ് കിട്ടിയത് എന്ന തരത്തിലാണ്. അതൊരു വല്ലാത്ത ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കൽ പരിപാടിയാണ്. ഒരാളുടെയും സ്കിന്ന് പ്രത്യേകമായി കാണാതെ കാണുന്ന എല്ലാവർക്കും കൂടെ ഓരോരോ ക്രീമുകൾ അങ്ങ് സജസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരിത് ഉപയോഗിച്ചോ, ഇനി ഉപയോഗിച്ചപ്പോൾ വല്ല റിയാക്ഷനും ഉണ്ടായോ? അങ്ങനെ റിയാക്ഷൻ ഉണ്ടായപ്പോൾ സ്കിൻ ഡോക്ടറെ കണ്ടപ്പോൾ ആ ക്രീം ഉപയോഗിക്കുന്നത് നിർത്തിയോ? സ്കിൻ ഡോക്ടറെ കണ്ട് അവർ പറഞ്ഞതുപോലെ ചെയ്തപ്പോഴാണോ ശരിക്കും പാടുകൾ മാറിയത്, പിമ്പിൾസ് കുറഞ്ഞത്? ഇതൊന്നും നമ്മൾ അറിയാൻ പോകുന്നില്ല. മൈ വേ ബൈ കല്യാണി എന്ന ചാനലിലെ വ്യക്തി സ്കിൻ ഡോക്ടറെയാണ് കണ്ടത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എന്നതൊക്കെ നമ്മൾ അറിഞ്ഞത് ഇതൊരു പ്രശ്നമായപ്പോൾ മാത്രമാണ്. ഈ ഷോർട്സിൽ പോലും അവർ പറയുന്നത് MBBS BDS ഒക്കെ കഴിഞ്ഞ് 6 മാസത്തെ ഡെർമറ്റോളജി കോഴ്സ് കഴിഞ്ഞവരൊക്കെയാണ് തന്നെ പലപ്പോഴും നോക്കിയത് എന്നാണ്. അതായത് അവരുടെ ക്വാളിഫിക്കേഷൻ അത്ര പോരാ, അതുകൊണ്ടാണ് മാറാത്തത് എന്നൊരു ധ്വനി. ശരിയാണ്, ഒരു MD ഡെർമറ്റോളജിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്തായാലും MBBS BDS കഴിഞ്ഞ് ഷോർട്ട് കോഴ്സ് ചെയ്യുന്നവർക്ക് ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ അത്ര പോലും ക്വാളിഫിക്കേഷൻ ഈ കണ്ട ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സിന് ഇല്ലല്ലോ. അതായത് സ്വന്തം സ്കിന്നിന്റെ, മുഖത്തിന്റെയൊക്കെ കാര്യം വരുമ്പോൾ ഏറ്റവും ക്വാളിഫിക്കേഷൻ ഉള്ളത് തന്നെ നോക്കി തെരഞ്ഞെടുക്കണം എന്നൊരു കാര്യമാണ് അവർ അവിടെ അറിയാതെയെങ്കിലും പറഞ്ഞു പോകുന്നത്. ആ വീഡിയോ കാണുന്ന നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അവനവന്റെ ആരോഗ്യം, സൗന്ദര്യമൊക്കെ ഏറ്റവും മികച്ചത്, ഏറ്റവും ക്വാളിറ്റി ഉള്ളിടത്ത് കൊണ്ടുപോയി കാണിക്കാവൂ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് റിവേഴ്സ് ചെയ്യാൻ വലിയ പാടായിരിക്കും. കുറേയധികം സമയം ആവശ്യമുള്ളതൊക്കെ ആയിരിക്കും. ചിലപ്പോൾ പൂർണ്ണമായി തിരിച്ചുപോക്ക് അസാധ്യവുമായിരിക്കും. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ചാനലിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാനോ ഈ ചാനലിൽ കാണുന്ന വ്യക്തിയുടെ വിഷമം ഉൾക്കൊള്ളാതിരിക്കാനോ ശ്രമിക്കുകയല്ല. മറിച്ച് ഈ ഒരു അവസരത്തെ ഒരു പാഠമായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ്. കൊളാബ് ചെയ്യാൻ വിസമ്മതിച്ചതുകൊണ്ട് അപകീർത്തിപ്പെടുത്തുന്നു എന്ന ടൈപ്പ് വാദങ്ങളൊന്നും നമുക്കിപ്പോൾ പരിഗണിക്കേണ്ടതില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് അവർക്ക് വരുന്ന ചേഞ്ചസിനെ കുറിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഉദാഹരണത്തിന് ഈ ചാനലിലെ വ്യക്തിയുടെ വെയിറ്റ് ലോസിന് വേണ്ടി ട്രീറ്റ്മെന്റ് എടുത്തു എന്നൊരു വാദമാണ് മറ്റേ വീഡിയോയിൽ ആരോപിക്കുന്നത്. അത് സത്യമാണ് എന്ന് നമുക്കറിയില്ല. സത്യമാണെങ്കിൽ താൻ ഡയറ്റ് ചെയ്താണ് വണ്ണം കുറയ്ക്കുന്നത് എന്നൊരു ഇംപ്രഷൻ ഒരിക്കലും ആ വ്യക്തി ഫോളോവേഴ്സിന് കൊടുക്കാൻ പാടില്ല. അത്തരം ചില ആരോപണങ്ങൾ വരുമ്പോൾ തീർച്ചയായും അതിന് മറുപടി പറയാനുള്ള ബാധ്യത ഇപ്പറഞ്ഞ ചാനലിലെ വ്യക്തിക്കുണ്ട്. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ വെയിറ്റ് ലോസ് ചെയ്യാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നതും അത് പുറത്ത് പറയുന്നതും പറയാതിരിക്കുന്നതും ഒക്കെ അവരുടെ ഇഷ്ടമാണ്. എന്നാൽ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ താൻ ഡയറ്റിലൂടെ വണ്ണം കുറച്ചു അല്ലെങ്കിൽ കുറയ്ക്കുന്നു എന്നൊരു ഇംപ്രഷൻ കൊടുക്കുകയും സീക്രട്ടായി വെയിറ്റ് ലോസ് ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നത് വഞ്ചനയാണ്. കാരണം അതേ ഡയറ്റ് പിന്തുടർന്ന് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഫോളോവേഴ്സ് ഉണ്ടാകും. അവരെ മാനസികമായി അത് തകർത്തേക്കാം. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ അവർ ബാധ്യസ്ഥയാണ്. അതിനവർക്ക് കഴിയുമെന്ന് തന്നെ കരുതുന്നു. ആരോപണങ്ങളെല്ലാം പൊള്ളയാണെന്ന് തെളിയിച്ച് അവർ വീഡിയോ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്കറിയേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഏതെങ്കിലും ബ്യൂട്ടി പ്രോഡക്റ്റ് ഉപയോഗിച്ച് സ്കിൻ ബാരിയർ ഡാമേജ് ആയി എന്ന ആരോപണം സത്യമാണോ? വെയിറ്റ് ലോസ് ട്രീറ്റ്മെന്റ് എന്ന ആരോപണം സത്യമാണോ? അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.